ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളന വേദിയിലേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാട്ടകത്ത് നിന്ന് നിങ്ങൾ കാണുന്നത്. നാട്ടക ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ നമുക്കൊപ്പം ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, ഈ സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? മുഖ്യമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമുക്കറിയാം. അവിടെ DGP അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച നടന്നു. വിശദാംശങ്ങൾ. SKN ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. അതിനു മുൻപേ തന്നെ DGPയും അതുപോലെ തന്നെ ADGP അജിത് കുമാറും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വേദിയിൽ എന്ത് അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് ഏവരും മുമ്പ് തന്നെ തൊട്ടു മുൻപാണ് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ 37ാമത് സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ പോലീസ് സേനയെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിവാദം തന്നെയാണ് PV അൻവർ MLA, ഭരണകക്ഷി MLA തുറന്നുവിട്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയും? ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ തേടിയിരുന്നു. DGP അടക്കമുള്ളവരോട് റിപ്പോർട്ട് തേടിയിരുന്നു. DIGയുടെ റിപ്പോർട്ട്, അജിത് അബിഗത്തിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് കയ്യിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ DGPയും കൂടി അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ കൃത്യം 8:30യോടുകൂടി DGP ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. അവിടെ മന്ത്രിമാരടക്കമുള്ളവരുണ്ടായിരുന്നു. മന്ത്രി VN വാസവൻ അടക്കമുള്ളവരുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള ആ ചർച്ച നടന്നത്. ആ ചർച്ചയിൽ എന്ത് തീരുമാനമാണ് എടുത്തത്, എന്തെങ്കിലും നടപടികൾ സേനയ്ക്കുള്ളിൽ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ടോ, മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ അൻവർ MLA ഉയർത്തിവിട്ടിയ കൊടുങ്കാറ്റ്, ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനം ഇന്ന് ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വേദിയിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് തന്നെ നാണക്കേട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് നടന്നത്. ഇപ്പോൾ ADGP MR അജിത് കുമാർ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാം. ഞാൻ പ്രതികരിക്കാം. യഥാർത്ഥത്തിൽ ഈ പോലീസ് ഓഫീസേഴ്സ് സമ്മേളനം കഴിഞ്ഞാൽ പ്രതികരിക്കാമെന്ന് 24-നോട് അദ്ദേഹം ഈ ADGP MR അജിത് കുമാർ പറയുന്നു. കാരണം MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ PV അൻവർ MLA കുറേ അധികം ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. എന്നാൽ ഈ IPS പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനം കഴിയുന്നതോടെ പ്രതികരിക്കാൻ കഴിയുമെന്നാണ് ADGP MR അജിത് കുമാർ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും. കാര്യം ഒരു പുകമറ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ആ പുകമറയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നേ മതിയാകൂ. ടോബി ജോൺസൺ ചേരുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാകും. ഈ പ്രഭാഷണത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്താൻ ഒരു MLA, ഭരണപക്ഷ MLA നടത്തിയ ശ്രമത്തിന് അദ്ദേഹം മറുപടി പറയുമോ എന്ന കാര്യമാണ് എല്ലാവരും ഉത്കണ്ഠയോടെ നോക്കുന്നത്. ടോബി ജോൺസൺ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ഒരുപക്ഷെ ഇതിന് ഈ വേദിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആരോപണ വിധേയനായ MR അജിത് കുമാറും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വേദിയിലുണ്ട് എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമുക്കൊപ്പം ടോബി ജോൺസൺ ചേരുന്നു. തീർച്ചയായിട്ടും ആരോപണ വിധേയനായിട്ടുള്ള ADGP, അതുപോലെ തന്നെ DGP, ഒപ്പം തന്നെ മുഖ്യമന്ത്രി ജോസ് കെ മാണി തുടങ്ങിയവരെല്ലാവരുമുണ്ട്. നമുക്ക് ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും എല്ലാവരും വേദിയിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അല്പസമയം മുമ്പാണ് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച മുഖ്യമന്ത്രിയും DGPയും നടത്തിയത്. അതിനുശേഷം എത്തിയ DGPയോട് നമ്മൾ പ്രതികരണങ്ങൾ ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ADGPയോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു പ്രതികരണം ലഭിച്ചു. അതായത് താൻ ഈ പരിപാടിക്ക് ശേഷം, അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പ്രതികരണങ്ങൾ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം ഗുരുതര ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഭരണപക്ഷ MLA തന്നെ തൊടുത്തുവിട്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നിർണായകമാകും. ഒരുപക്ഷെ മുഖ്യമന്ത്രി അതിന് അനുമതി നൽകിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള പ്രതികരണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയിട്ടുണ്ടോ എന്നതടക്കം അറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു തീരുമാനം ഇന്നത്തെ ചർച്ചയിൽ മുഖ്യമന്ത്രിയും DGP നടത്തിയ ആ ചർച്ചയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രസംഗം വളരെ നിർണായകമാണ്. SKN എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് കൂടി നമ്മൾ ഒന്ന് നോക്കേണ്ടതാണ്. സാധാരണ അല്പം ദേഷ്യത്തിലാണ് അദ്ദേഹത്തിന് എന്നുള്ള ഒരു വിവരം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കാണും. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഈ വേദിയിൽ പ്രസംഗിക്കും. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പോലീസ് ഓഫീസർ അസോസിയേഷൻ്റെ മീറ്റിംഗിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നുണ്ടാകും. ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരു MLA ആണ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത്.